ഒരു ബാംഗ്ലൂർക്കാരനെ ഒരു അങ്ങാടിയിൽ വെച്ച് കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു അത്രേ, ക്യാ തും മുസൽമാൻ ഹോ? हाँ मैं मुसलमान हूं। അപ്പോൾ ചോദിച്ചു ക്യാ सात कलिमा मालूम है? हाँ मेरा बैंगलोर का बड़ा मस्जिद का पेशी हमको मालूम है। सात कलिമയുള്ള ബന്ധം ആ രീതിയിലാണ് പിന്നെ ഇവിടെ തൗഹീദ്. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ വീണ്ടും ഈ വിഷയത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയും ഫതൂബാലിൽ ഉറബായിനാണ് ഏറ്റവും മംഗളം, ഏറ്റവും അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ അപരിചിതാവസ്ഥയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നവർക്കാണ് മംഗളം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ നിർദ്ദേശം നടപ്പിൽ വരുത്താൻ നമ്മൾ തയ്യാറായി. അവരെയാണ്, ആ കൽപ്പനയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ശിരസാ വഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ആദ്യത്തിൽ വലിയ കുഴപ്പമുണ്ടായി. ഇത് ഈ പ്രാർത്ഥനയുടെ ഈ വശം ഇങ്ങനെ ഒഴിഞ്ഞു പോയാൽ പിന്നെ തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. നമ്മളെ വസ്ത്ര ധാരണ രീതിയിലോ അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്, കാര്യമൊന്നുമില്ല. ശരിക്ക് തത്വത്തിൽ വ്യത്യാസമില്ലാത്തൊരവസ്ഥയാണ്. പഴയ കാലത്ത് ഡൽഹിയിലൊരു വിദ്വാൻ ഉണ്ടായിരുന്നു. അയാള് രാമായണം ചെല്ലാനും ഇജാസത്ത് കൊടുക്കും, കുത്തിബിയത്ത് എല്ലാവരും ഇജാസത്ത് കൊടുക്കും, ഒരു പ്രശ്നം. അപ്പൊ എല്ലാരും ആകർഷിക്കാൻ വേണ്ടി മൂപ്പരുടെ പേര് ദാദാബായ് ഹസ്രത്ത് ആത്മാനന്ദ സ്വാമിജി വലിയുള്ളതാണ്. ആർക്കും ചെല്ലും. അത്തരം ഇത് തൗഹീദും അതുപോലെയുള്ള വിശ്വാസങ്ങളും തകർന്ന് തരിപ്പണമായ ഒരു സമൂഹത്തിൽ നിന്നാണ്, ആ കാഴ്ചയിൽ നിന്നാണ് തൗഹീദ് പ്രസ്ഥാനത്തിന്റെ പുനർജന്മം. അവിടെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാം, എതിർപ്പുകൾ ഉണ്ടാകാം, കഷ്ടപ്പാടുകൾ ഉണ്ടാകാം. പക്ഷേ നാം അത് പരിഗണിക്കുന്നേ ഇല്ല. ഇന്നേ വരെ പരിഗണിച്ചില്ല. നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. കുറെ അങ്ങോട്ട് അധ്വാനിക്കുമ്പോൾ പിന്നെ തോന്നുന്നു എന്തിനാ നമ്മളായിട്ട് ഇത്ര കഷ്ടപ്പെടുത്തുന്നത് എന്ന് തോന്നുന്നു. ആ തോന്നുന്നവരോട് നമുക്ക് മതിപ്പില്ല, മതിപ്പുകളില്ല, അവർ മാറി നോട്ടെ. നമുക്ക് ഈ സംഗതി ജനം അംഗീകരിക്കുന്നത് വരെ പ്രവർത്തിച്ചേ മതിയാവും. അതിന് അടിത്തറ പാകുന്നതാണ് പള്ളി. ആ പള്ളിയുടെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. ഒരു പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അത് ആ പള്ളിയെ ആശ്രയിക്കുന്നവരും അതുപോലെയുള്ള ആളുകൾക്കും ഇത് ഈ സന്ദേശം കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും സാധിക്കും. പള്ളി എന്തിനാണ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ പള്ളി ഇങ്ങനെ കയറ്റുമ്പോൾ എന്തിനാ ഈ പള്ളി കയറ്റി രണ്ടാക്കുക, നാല് രണ്ടാക്കുക. അപ്പൊ നോക്കുമ്പോ പള്ളി കയറ്റാത്ത ആൾക്കാർ യഥാർത്ഥത്തിൽ എങ്ങും അവരല്ലേ. അടിയന്തരാവസ്ഥയിൽ രാജാതി കുറച്ച് പ്രവർത്തകന്മാരെ ഒരു പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നിട്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോ ജഡ്ജി ഇവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര കൊല്ലായി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങളൊരു 12 കൊല്ലായി. അന്ന് നിങ്ങൾ എത്ര ആളുണ്ടായിരുന്നു? 8 ആളുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ എത്ര ആളുണ്ട്? 8 ആളുണ്ട്. പോയിക്കോ, നിങ്ങൾ ഒരു ദോഷവും ഈ സമൂഹത്തിന് വരുത്താൻ പോകില്ല. 12 കൊല്ലം 8 ആൾ വേണ്ടിയിട്ട് 9ാമത്തെ ആളുണ്ടായില്ല. അതുകൊണ്ട് നിങ്ങളെ ജയിലിലും വെക്കണ്ട, പോലീസ് സ്റ്റേഷനിലും വേണ്ട, കുടിക്കോ. ആ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് കാര്യമില്ല. അതിന് വ്യത്യസ്തമായി മറ്റുള്ളവർക്ക് ഇതവിടെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമോ? അതാണ് പ്രവർത്തനം. അതിന് ചിലപ്പോ നമ്മളെ കൂട്ടത്തിൽ തന്നെ കുട്ടികൾക്ക് ഈ വിരിച്ചയിൽ കിടക്കാൻ വരുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഇതിന്റെ കഷ്ടപ്പാട് അറിയില്ല. അങ്ങനത്തെ ആളുകൾക്ക് ചിലപ്പോ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ ഓർപ്പിക്കേണ്ട ആവശ്യം? എന്തിനാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്? നമ്മളേതായാലും മനസ്സിലാക്കിയല്ലോ, ഇഷ്ടമുള്ളവർ മനസ്സിലായിക്കോട്ടെ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മുജാഹിദ് പ്രവർത്തകന്റെ ലക്ഷണമല്ല. അവിടെ തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യാന്നുള്ളത് ഈ രണ്ടും. പക്ഷെ പലപ്പോഴും നന്മ കൽപ്പിക്കാൻ തയ്യാറാകുന്ന കുറെ ആളുകൾ, അത് നമ്മളെ കൂട്ടത്തിൽ തന്നെ. നമ്മളെ തബ്ലീഗ് ജമാഅത്തൊക്കെ അങ്ങനെയാണ്. നന്മ കൽപ്പിക്കാൻ, നന്മ എന്ന് പറഞ്ഞ ഓരോരുത്തരും ഒരു നാട്ടിൽ ചെന്നിട്ട് നിസ്കരിക്കണില്ല, നിസ്കരിക്കാൻ പറഞ്ഞു, ആർക്കും ഒരു പൊതിയില്ല. മൗലൂദ് ഓതാണെങ്കിൽ ആ ഓതിക്കോളി, അതിന് വിരോധമില്ല. അങ്ങനെ തിന്മ നിരോധിക്കാതെ നന്മ കൽപ്പിക്കാൻ നടക്കുന്നവർക്ക് നല്ല സ്വീകരണം കിട്ടുന്നതുകൊണ്ട് അത് നടക്കുന്നുണ്ട്. പക്ഷെ സമൂഹം നന്നായി ചെയ്യൂല.